ഞാനും ലച്ചും നമ്മുടെ പോത്തുകുട്ടനെ ഒന്ന് മാറ്റിക്കെട്ടാൻ പോയതാണ് പുഴയിലേക്ക്. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഇതാണ് കാട്ട് കയ്പാട്ടോ, മുണ്ടൻ കയ്പ എന്നൊക്കെ പറയും. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ പുഴയിലും കാട്ടിലൊക്കെ ആയിട്ട് അത്യാവശ്യമുണ്ട്. നല്ല കയ്പ്പാണ്. അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കയ്പയാണ് കേട്ടോ. അച്ഛനിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരെ കണ്ടു അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു വളമോ മറ്റൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്നൊരു കയ്പയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല പോഷക ഗുണമുള്ള സാധനമാണ്. കാൽസ്യം ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ പറിച്ച് നമ്മൾ നിന്ന സമയത്താണ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വെള്ളരി കണ്ടു കേട്ടോ. മഞ്ഞ കളറിൽ നല്ല മൂത്ത് നിൽക്കുന്നൊരു വെള്ളരി കണ്ടു. അപ്പോൾ അതുകൂടെ പറിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെന്നു കേട്ടോ. അപ്പോൾ ഇതേ ലച്ചു കൊണ്ട് കൂടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മൂപ്പെത്തിയിട്ടുള്ള ഒരു വെള്ളരി കേട്ടോ. അപ്പോൾ ഇതേപോലെ പശുവോ അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ ചാണകം ഇടുന്നതിൽ പിന്നീട് മുളച്ച് വരുന്നതാവും. കാരണം അവർ പച്ചക്കറി വേസ്റ്റ് ഞാനിപ്പോൾ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ട് പോത്തിന്. അപ്പോൾ പച്ചക്കറി വേസ്റ്റ് കഴിച്ച് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചാണകത്തിലൂടെ മുളച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആയിട്ടുള്ള കായകളൊന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടൊക്കെ ഇതേപോലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഒരു അടിപൊളി വെള്ളരി കിട്ടി കേട്ടോ. അപ്പോൾ ലച്ചുവിനും അത് കാണാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ. പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പരമാവധി ഞാൻ ഇതേപോലെ കാഴ്ചകളെ കാണിക്കാനൊക്കെ അവരെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പുഴയുടെ തൊട്ട് ചാരിയാട്ടോ ഈ വളരെ കായ്ച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ചാലിയാർ പുഴ കേട്ടോ. പോത്തുകൂട്ടം താഴെയുണ്ട്. പോത്തുകൂട്ടനെ ഒന്ന് മാറ്റി കെട്ടാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു അടിപൊളി വെള്ളരി കിട്ടിയേ. പക്ഷേ വെള്ളരിയിൽ ചെറിയ കിളികൾ എന്തോ കുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കഴിക്കും കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ പുഴയിൽ നിന്നും കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മളും കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായാലും പോത്തുകൂട്ടിന് കൊടുക്കുക എന്നുള്ള തീരുമാനമാണ്. കാരണം കിളി കുത്തിയതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പേരിലൊരു അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് പോത്തുകൂട്ടിന് കൊടുക്കുക. പോത്തുകൂട്ട് ഇപ്പോൾ പച്ചക്കറി വേസ്റ്റൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ എടുത്ത വീഡിയോ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഇന്ന് 2025 ജനുവരി 28, 29 ആയിട്ടുണ്ട്. ഇത് ഒരു മാസം മുന്നേക്ക് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ പോത്തുകൂട്ടന് പച്ചക്കറി വേസ്റ്റ് ഇപ്പോൾ പരിചിതമായിട്ടുള്ള കാര്യമാണ്. അവനെല്ലാം കഴിക്കും. അപ്പോൾ ഏതായാലും അവനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മളിത് കണ്ടത്. അവന് തന്നെ ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലച്ചുവിന് കിച്ചവനും അത്യാവശ്യം പേടിയൊന്നുമില്ല. ഇപ്പോൾ മൂക്കേർ അയച്ചപ്പോൾ ആൾ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ആർക്കും തൊടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളരി നമ്മൾ എന്ത് ചെയ്യാണ്, പോത്തുകൂട്ടന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് കറി വയ്ക്കാനൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സാധനമാണ്. അങ്ങനെ നാച്ചുറലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ കയ്പ്പ് ഉണ്ടായതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാകുന്നത് കേട്ടോ. പക്ഷെ ഇതിൽ ചെറിയൊരു കിളിക്കൊത്തലുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് പോത്തുകൂട്ടിന് കൊടുത്തു കേട്ടോ. അവന് പിന്നെ അത്യാവശ്യം സംഭവങ്ങളൊന്നും ഏക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം ചീഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ തിന്നും. നമുക്ക് കൊടുക്കും കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, കൊടുക്കും. പച്ചക്കറി വേസ്റ്റൊക്കെ ഏകദേശമൊക്കെ ആ രീതിയിലായിരിക്കും. പക്ഷേ അവനിഷ്ടമാണ്, അവൻ കഴിച്ചോളും. അതേപോലെ മണ്ണായത് ഒക്കെ കഴിക്കും. അതായത് ഇപ്പോൾ പുല്ലൊക്കെ അത്യാവശ്യം മണ്ണ് തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ആമാശയവും അവരുടെ ഒരു വയറൊക്കെ അതിന് പ്രാപ്തമായിട്ടുള്ള വയറാണ്. നമ്മുടെ ഇതുപോലെയല്ല. മണ്ണ് ചാടിയത് എന്തേ കൊടുത്തോന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ അങ്ങനെ ഒന്ന് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് പോത്തൊക്കെ. അവർക്ക് അതൊരു വിഷയമേ അല്ല. ഓക്കെ. അപ്പോൾ പോത്തുകൂട്ടനെ ഏതായാലും കാര്യമായിട്ടോ, ഒരു വെള്ളരി പ്രതീക്ഷിക്കാതെ അവന് കിട്ടി. അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ചുമ്മാ ഒന്ന് മേലോട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ആനശല്യമൊക്കെ, അതായത് രാത്രി സമയത്തൊക്കെ ആന വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് മേലെയൊക്കെ ആന ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുഴയിലേക്കും കാട്ടിലേക്കൊക്കെയുള്ള ആൾക്കാരുടെ വരവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ അതേപോലുള്ള കായ്കളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്. മറ്റേത് ഒരുപാട് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. അതായത് പോത്തുകൂട്ടനെ കൊണ്ടുപോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിന് വെള്ളരിക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി കയ്പ നമ്മുടെ കയ്യിലുണ്ട്. വെള്ളരി ഏതായാലും അവന്
അകത്താക്കിട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവനെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ലച്ചും കിച്ചും അതായത് ചേച്ചിമാരുടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഇതേപോലെ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ വരുന്നത് കാത്തിരുന്ന് പോത്തോട്ടിനെ അയക്കാനും അതേപോലെ മീൻ പിടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇവള് കേട്ടോ. അവള് ഒന്നുകൂടെ ആക്റ്റീവാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പോത്തുകുട്ടനെയും കൊണ്ട് പോവാട്ടോ. ഇവള് ഞങ്ങളെ ഇതിൽപ്പെട്ട എൻ്റെ അമ്മയുടെയൊക്കെ ആ ഒരു ചെറിയൊരു താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ ഇവള്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പോത്തുകുട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. സമയമായിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞപ്പോൾ ഇനി അവന് തിന്നുന്നൊന്നുമില്ല, ചുമ്മാ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവന് എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ലച്ചുവിനും കിച്ചുമൊക്കെ മതി കേട്ടോ ആൾക്കാരെ വരെ കൊണ്ടുപോകാനൊക്കെ. ഒരു വടി വേണമെന്നില്ല, എന്നാലും ചുമ്മാ ഒരു ധൈര്യത്തിന് അവരുടെ അങ്ങോട്ടെങ്ങാനും തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് വടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ അവൻ നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. പിന്നെ ഗേറ്റ് തുറന്നിട്ടില്ലെങ്കിൽ അവിടെ വന്ന് കരയും. അപ്പോൾ തുറന്നു കൊടുത്താൽ മതി കേട്ടോ. 2 ദിവസം മുന്നേ അങ്ങനെ പുഴയിൽ നിന്ന് ഓടി വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ